Hey there, welcome to the channel. Node.js ട്യൂട്ടോറിയൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സീരീസിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Node.jsന്റെ മെയിൻ ടോപ്പിക്സ് എല്ലാം തന്നെ ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വിട്ടുപോയെന്ന് തോന്നുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതിന്റെ രീതിയിൽ നമ്മൾ ആ ഒരു ടോപ്പിക്സ് കവർ ചെയ്ത് നമ്മൾ പോകുന്നതാണ്. അപ്പൊ ഇൻഡെപ്ത് ആയിട്ട് Node.js ബിഗിനിങ് തൊട്ട് എൻഡ് വരെ പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിന് കൂടെ നിങ്ങൾ ചെയ്ത് കൂടെ നോക്കുക. പ്രോഗ്രാമിംഗ് വരുന്ന സമയത്ത്, കോഡിംഗ് വരുന്ന സമയത്ത് നിങ്ങൾ എന്റെ കൂടെ തന്നെ ചെയ്തു കൂടെ പോവുക. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പത്തിൽ Node.js പഠിക്കാനായിട്ട് പറ്റും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Node.js പഠിക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മെയിൻ ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് ഒരു മെയിൻ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ Node.js നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എളുപ്പമാവുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം Node.js എഴുതി വെച്ചിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിലാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് അറിയാത്തവർക്കായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ 2 പ്ലേലിസ്റ്റുകളുണ്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെത്. നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഫ്രഷ് ട്യൂട്ടോറിയൽസ് മലയാളത്തിൽ പോയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 പ്ലേലിസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് മലയാളം, അതേപോലെ മോഡേൺ ജാവാസ്ക്രിപ്റ്റ്, ECMAScript ES6 തൊട്ടുള്ള കാര്യങ്ങളാണ് മോഡേൺ ജാവാസ്ക്രിപ്റ്റ് നടത്തുന്നത്. അതേപോലെ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് മലയാളമാണ് നമ്മൾ ബേസിക് ജാവാസ്ക്രിപ്റ്റിന്റെ കോഴ്സ് കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ ഒരു കോഴ്സിലാണ്. ഈ കോഴ്സുകൾ നിങ്ങൾ ചെയ്തിട്ട് തിരിച്ച് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ബേസിക് ജാവാസ്ക്രിപ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Node.js എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ക്രോസ് പ്ലാറ്റ്ഫോം ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം എൻവയോൺമെന്റ് ആണ്. അതായത് ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ് Node.js എന്ന് പറയുന്നത്. അതേപോലെ ക്രോസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്. ഏത് പ്ലാറ്റ്ഫോമിലും macOS ആയാലും വിൻഡോസ് ആയാലും ലിനക്സ് ആയാലും ഏതിലായാലും Node.js റൺ ആവും. കാരണം ജാവാസ്ക്രിപ്റ്റിന്റെ റൺ ടൈം എൻവയോൺമെന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന റൺ ടൈം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ക്രോമിന്റെ V8 എഞ്ചിൻ ആണ്. ക്രോമിന്റെ V8 എഞ്ചിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിൽ മാത്രമായിരുന്നു റൺ ചെയ്യാൻ സാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ V8 എഞ്ചിൻ വന്നതോടുകൂടി സെർവർ സൈഡിലും നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് ഗൂഗിൾ ക്രോം V8 എഞ്ചിൻ ഉണ്ടാക്കിയത്. അതിനാൽ തന്നെ ഇപ്പൊ നമുക്ക് സെർവർ സൈഡിലും ക്ലയന്റ് സൈഡിലും ഒരേപോലെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ഡെവലപ്പേഴ്സ് പോലുള്ള ആളുകൾ, ഒരുപാട് ആളുകളുണ്ട് ജാവാസ്ക്രിപ്റ്റിൽ ഫ്രണ്ട് എൻഡ് വർക്ക് ചെയ്യുന്ന റിയാക്ട് ഡെവലപ്പേഴ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തന്നെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ബാക്ക് എൻഡ് കോഡും എഴുതാൻ പറ്റും ഈസി ആയിട്ട് നോഡ് വെച്ചിട്ട്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരേപോലെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നോഡില് V8 എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. Node.js ആപ്ലിക്കേഷൻസ് റൺ ആവുന്ന സിംഗിൾ പ്രോസസ് ആയിട്ടായിരിക്കും. അതായത് ഓരോ റിക്വസ്റ്റിനും ഓരോ പുതിയ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാതെ സിംഗിൾ പ്രോസസ് ആയിട്ടായിരിക്കും ഇത് റൺ ആവുന്നത്. അതായത് ഇതിന്റെ അകത്ത് നടക്കുന്ന അസിൻക്രണസ് ഓപ്പറേഷൻ ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ്. അതേപോലെ ഇതിന്റെ ലൈബ്രറീസ് എഴുതി വെച്ചിരിക്കുന്നത് നോൺ ബ്ലോക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ്. മറ്റുള്ള റിസോഴ്സിനെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇത് ലൈബ്രറീസ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു Node.js ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ, അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് റീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫയൽ ആക്സസ് ചെയ്യുമ്പോഴോ ഒരു ഡേറ്റാബേസ് ആക്സസ് ചെയ്യുമ്പോഴോ ഒക്കെ ത്രെഡിനെ ബ്ലോക്ക് ചെയ്ത് CPUവിന്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം Node.js ഈ പ്രോസസ്സുകൾ എന്ത് ചെയ്യും, ഹോൾഡിൽ വെക്കും. ഹോൾഡിൽ വെച്ചിട്ട് ഈ പ്രോസസ്സിന് റെസ്പോൺസ് കിട്ടിയതിന് ശേഷം മാത്രം ഇത് തിരിച്ച് ഈ പ്രോസസ്സ് ബാക്കി റൺ ചെയ്യും. അതാണ് Node.js ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുത്തു, അതിനകത്ത് ഡേറ്റ വരാൻ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് ഡേറ്റ വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കും. പക്ഷെ പ്രോസസ്സ് ബ്ലോക്ക് ആവാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നു. ഇതിനകത്ത് ഡേറ്റ വന്നു കഴിയുമ്പോൾ, അതായത് ഇതിന്റെ റെസ്പോൺസ് കിട്ടി കഴിയുമ്പോൾ അതിന്റെ ബാക്കി പ്രൊസീജിയർ ഇത് കണ്ടിന്യൂ ചെയ്യും. അതിനാൽ തന്നെ ഇതൊരു നോൺ ബ്ലോക്കിംഗ് ആണ്, അതേപോലെ നല്ല ഹൈ പെർഫോമിംഗ് ആണ് Node.js എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൗസൻഡ്സ് ഓഫ് റിക്വസ്റ്റ് ഒരേ ടൈമിൽ കൺകറന്റ് ആയിട്ട് തൗസൻഡ്സ് ഓഫ് റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് Node.js ഈസി ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ Node.jsന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതായത് റിയാക്ട് അതുപോലുള്ള അല്ലെങ്കിൽ വനില ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ കോഡ് ചെയ്യുന്ന ആളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാക്ക് എൻഡിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും. കാരണം സെയിം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് Node.jsലും റിയാക്ടിലും എല്ലാം യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണല്ലോ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, നോഡിന്റെയോ റിയാക്ടിന്റെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ബ്രൗസറിൽ മാത്രം റൺ ചെയ്തിരുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡിനെ സെർവർ സൈറ്റിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ക്രോമിന്റെ V8 എഞ്ചിനാണ്. അതുകൊണ്ടാണ് നമ്മൾ Node.js എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് സെർവർ ക്രിയേറ്റ് ചെയ്യാനും സെർവർ സൈഡിലെ കോഡുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. Node.jsൽ ECMAScript സ്റ്റാൻഡേർഡ്സും സപ്പോർട്ട് ചെയ്യും, ഒരു പ്രശ്നമില്ലാതെ തന്നെ. അപ്പൊ ES6 തൊട്ട് JS 2023 വരെ നമുക്ക് ഏത് ECMAScript സ്റ്റാൻഡേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Node.jsന്റെ വേർഷൻസ് മാറ്റി നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെവലപ്പേഴ്സിന് യൂസർ എങ്ങനെ ഇത് ഇന്ററാക്ട് ചെയ്യുന്നുള്ള ഇഷ്യൂസ് ഒന്നും വരില്ല. കാരണം Node.js ഇത് ബൈ ഡിഫോൾട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ECMAScriptകൾ എല്ലാ വേർഷൻസും Node.js ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം വരില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് ഒരു കോമൺ JS വെച്ചിട്ട് നമ്മൾ എഴുതുന്ന ഒരു നോഡിന്റെ കോഡ്. ഓക്കെ, ഇത് CJS, അടുത്ത് MJS എന്ന് പറഞ്ഞാൽ നമ്മുടെ ECMAScript സ്റ്റാൻഡേർഡ്സിനെ ഫോളോ ചെയ്ത്
എഴുതുന്ന JS ആണ് MJS. ഇത് രണ്ടും നമ്മുടെ ഫയൽ .cjs.mjs എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിലും നമ്മുടെ ഫയൽ നെയിം സേവ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് രീതി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോഡ്യൂൾസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്, മോഡ്യൂൾ ബേസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ .js നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാലും കോമൺ JS നമുക്ക് സപ്പോർട്ട് ആവും. ബൈ ഡിഫോൾട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് കോമൺ JS നമുക്ക് സപ്പോർട്ട് ആവും. ഓക്കെ, നമുക്കപ്പം ഈ ഒരു സിമ്പിൾ കോഡ് വെച്ചിട്ട് നമുക്ക് എന്താ മനസ്സിലാവുന്ന നോക്കാം. ഫസ്റ്റ് നമ്മൾ നോഡിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഇതിന് മുമ്പ് പറഞ്ഞ ഒരു ഫയൽ എങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന കോഡ് ഒരു ഫയലിനകത്ത് സേവ് ചെയ്യുക. ഫയലിനകത്ത് എന്തെങ്കിലും ഒരു പേര് സേവ് ചെയ്യുക. എക്സാമ്പിൾ index.js. index.js നമ്മൾ ഈ ഫയലിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോഡ് സ്പേസ് index.js എന്ന് റൺ ചെയ്യണം. നോഡിന്റെ ഇൻസ്റ്റലേഷൻ കൊണ്ട് നമുക്ക് അടുത്ത സെഷനിൽ പറയാം. എന്നാലും ബേസിക് ഞാൻ പറയുന്നുള്ളൂ. നോഡ് സ്പേസ് നമ്മുടെ ഫയലിന്റെ പേര് .js. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ നമുക്ക് റൺ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ CJS ഉണ്ട് MJS ഉണ്ട്. അത് നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് വരത്തില്ല. കാരണം നമുക്ക് ആ പറയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞാൽ CJS കോമൺ JSലാണെങ്കിൽ റിക്വയർ വെച്ചിട്ട് നമുക്ക് ലൈബ്രറീസിൽ ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ്സസിൽ ലോഡ് ചെയ്യണം. MJS ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് വെച്ച് നമുക്ക് ലോഡ് ചെയ്യണം. അതുള്ള ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ബാക്കി ഡിഫറൻസ് എന്തെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. MJS ആണെന്നുണ്ടെങ്കിൽ അതായത് ECMAScript സപ്പോർട്ട് ചെയ്യുന്ന JS ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് വെച്ചിട്ട് ഫയൽസിനെ ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടന്റ്സിനെ ലോഡ് ചെയ്യണം. CJS ആണ് കോമൺ JS ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വയർ വെച്ചിട്ട് ലോഡ് ചെയ്യും. ഓക്കെ, ഇനി മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ അപേക്ഷിച്ച്, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു PHP ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ ജാവയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതായാലും നമ്മൾ സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സെർവർ ബൈ ഡിഫോൾട്ട് നമുക്ക് ഒന്നുകിൽ അപ്പാഷെ സെർവർ, ഗ്ലാസ് ഫിഷ്, അതേപോലെ ടോംകാറ്റ്, അങ്ങനെ ജാമ്പ് ഒക്കെ നമ്മൾ PHP ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പാഷെ സെർവറൊക്കെ നമുക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് കിട്ടും അല്ലേ. അതിനാൽ തന്നെ നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ Node.js-ന്റെ അകത്ത് നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സെർവറിന് പോർട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ സെർവറിന്റെ പാത്ത് എല്ലാം പറഞ്ഞുകൊണ്ട് സെർവർ റണ്ണിങ് ആക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ Node.js-ൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എക്സാമ്പിൾ നമുക്ക് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് നോക്കി. നമ്മൾ HTTP എന്ന് പറയുന്ന നോഡിന്റെ ഒരു മോഡ്യൂൾ ഉണ്ട്. ആ മോഡ്യൂളിനെ നമ്മൾ റിക്വയർ വെച്ചിട്ട് ആ മോഡ്യൂളിനെ നമ്മൾ പേജിലേക്ക് ലോഡ് ചെയ്യുന്നു. ഓക്കെ, MJS ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇമ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ആ ഒരു ഡേറ്റ ഫ്രം നോഡ് HTTP എന്ന് കൊടുത്തു. അതായത് നോഡിന്റെ HTTP എന്ന് പറയുന്ന മോഡ്യൂളിനെ നമ്മൾ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലോഡ് ചെയ്യുന്ന ഈ HTTP മോഡ്യൂൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന റിക്വസ്റ്റും റെസ്പോൺസും വെച്ചിട്ട് യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അതിനായിട്ട് HTTP എന്ന് പറയുന്ന മോഡ്യൂളിനെ നമുക്ക് ഫസ്റ്റ് ലോഡ് ചെയ്യണം. ഓക്കെ, ഒരു നോഡ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സെർവർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ HTTP എന്ന് പറയുന്ന മോഡ്യൂളിനകത്ത് ക്രിയേറ്റ് സെർവർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഈ ക്രിയേറ്റ് സെർവറിനെ നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഈ ക്രിയേറ്റ് സെർവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ സെർവറിനെ കോൺഫിഗർ ചെയ്യും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈം പറയുന്നത്, അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഹോസ്റ്റ് നെയിം എന്താണ്, നമ്മുടെ ഹോസ്റ്റ് നെയിം എന്താണ്. നമ്മുടെ ഹോസ്റ്റ് നെയിം കൊടുത്ത് 127.0.0.1, അതായത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ആ ഹോസ്റ്റിന് ഒരു പോർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എത്രയാണ് നമ്മുടെ ഡിഫോൾട്ട് പോർട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, 3000 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മളൊരു കോൺസ്റ്റന്റ്, അതായത് സെർവർ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ആ കോൺസ്റ്റന്റിലേക്ക് നമ്മൾ ഈ സെർവറിനെ ക്രിയേറ്റ് ചെയ്ത് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്രിയേറ്റ് സെർവർ വെച്ചിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുക്കുന്നത് റിക്വസ്റ്റും റെസ്പോൺസും ആണ്. ഓക്കെ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസറിൽ നിന്ന് എടുക്കുന്ന ഡേറ്റ, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ യൂസറിന് കൊടുക്കുന്ന ഡേറ്റ. ഓക്കെ, ഈ റിക്വസ്റ്റിനകത്ത് നമുക്ക് എന്താ കാണും, റിക്വസ്റ്റിനകത്ത് ഹെഡേഴ്സ് കാണും. അതായത് എന്തൊക്കെ ടൈപ്പാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, യൂസറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് ആണോ, JSON ഫയൽ ആണോ, ഇമേജസ് ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റിക്വസ്റ്റിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ എന്താ പറയുക, APIs ഒക്കെ ആണെങ്കിൽ ഓതറൈസേഷൻ ടോക്കൺ ഒക്കെ റിക്വസ്റ്റ് ഹെഡറിനകത്താണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെച്ചിട്ടാണ് ഏത് യൂസറാണ് ലോഗിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് യൂസറാണ് ഡേറ്റ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് റിക്വസ്റ്റിനകത്താണ്. ഓക്കെ, റിക്വസ്റ്റ് ഹെഡറിനകത്താണ്. അതേപോലെ റെസ്പോൺസിനകത്താണ് നമ്മൾ പറയുന്നത് എന്താണ്, റെസ്പോൺസിനകത്ത് പറയും എന്താണ് സ്റ്റാറ്റസ് കോഡ്, റെസ്പോൺസിന്റെ സ്റ്റാറ്റസ് കോഡ് എന്താണ്, അതേപോലെ റെസ്പോൺസിന്റെ ഹെഡറിനകത്ത് എന്തൊക്കെ സെറ്റ് ചെയ്യണം, അതേപോലെ റെസ്പോൺസിനകത്ത് ഡേറ്റ എന്താണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. CDP സ്റ്റാറ്റസ് കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MDN ഡോക്യുമെന്റേഷൻ ഇതിനകത്ത് കിട്ടും സ്റ്റാറ്റസ് കോഡുകൾ. അതായത് നമ്മുടെ APIസിലെ റെസ്പോൺസിൽ കൊടുക്കേണ്ട സ്റ്റാറ്റസ് കോഡുകളുടെ ലിസ്റ്റ് ആണിത്. ഇൻഫർമേഷണൽ റെസ്പോൺസ്, അതായത് 100 തൊട്ട് 199 വരെ ഇൻഫർമേഷൻ റെസ്പോൺസുകളായിരിക്കും നമ്മൾ സ്റ്റാറ്റസ് കോഡിനകത്ത് കൊടുക്കുന്നത്. 200 തൊട്ട് 299 വരെ സക്സസ് റെസ്പോൺസുകൾ, നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത എല്ലാം സക്സസ് ആയിരുന്നു എന്നുള്ളതിന്റെ റെസ്പോൺസ് ആയിരിക്കും ഇങ്ങനെ വരുന്നത്. 300 തൊട്ട് 399 വരെ നമ്മൾ എന്തെങ്കിലും റീഡയറക്ഷൻ നടത്തി, അതായത് ഇപ്പൊ ഈ സെർവർ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഡൊമൈൻ അവൈലബിൾ അല്ല, വേറെ ഡൊമൈനിലേക്ക് റീഡയറക്ട് ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസറോട് പറയാൻ വേണ്ടിയിട്ട് 300 തൊട്ട് 399 വരെയുള്ള റെസ്പോൺസ് കോഡുകൾ നമ്മുടെ സ്റ്റാറ്റസ് കോഡുകളായിരിക്കും കൊടുക്കുന്നത്. ക്ലയന്റ് എറർ മെസ്സേജ്, നമ്മൾ യൂസറിന്റെ ഭാഗത്തുനിന്ന് തന്ന ഇൻപുട്ടിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനാണ് 400 തൊട്ട് 499 വരെയുള്ള എറർ കോഡുകൾ നമ്മൾ കൊടുക്കുന്നത്. ഇതേപോലെ സെർവറിന്റെ സൈഡിലാണ് എന്തെങ്കിലും എറർ വന്നേക്കുന്നതെങ്കിൽ സെർവർ സൈഡിലുള്ള എറേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ് 500 തൊട്ട് 599 വരെ ഉള്ളത്. അതായത് ഈ നമ്പേഴ്സിനകത്ത് കുറച്ച് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞ് ഇത് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എറർ കോഡുകൾ നമുക്ക് കൊടുക്കണം. 400 ബാഡ് റിക്വസ്റ്റ്, 401 അൺഓതറൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസർ
ഓതറൈസ് യൂസർ അല്ല, അയാൾ തന്നിരിക്കുന്ന ടോക്കൺ തെറ്റാണ്, അല്ലെങ്കിൽ അയാൾ ലോഗിൻ ചെയ്തിട്ടില്ല നമ്മുടെ സൈറ്റിൽ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഫോഴ്സ് കമാൻഡ്. ഇങ്ങനെ ഓരോന്നിനും ഓരോരോ ഓരോരോ സ്റ്റേറ്റസ് കോഡുകളുണ്ട്. ആ സ്റ്റേറ്റസ് കോഡുകൾക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ റെസ്പോൺസിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പം യൂസറിന്റെ റിക്വസ്റ്റ് കറക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്, സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 200 റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടി റെസ്പോൺസിന്റെ ഒബ്ജക്റ്റ് ആണ് RES എന്ന് പറയുന്നത്, റിക്വസ്റ്റ് ഒബ്ജക്റ്റ് REQ. അപ്പൊ റെസ്പോൺസ് സ്റ്റേറ്റസ് കോഡ് ഈക്വൽ ടു നമ്മൾ 200 സെറ്റ് ചെയ്തു, സ്റ്റാറ്റസ് കോഡ് സെറ്റ് ചെയ്തു. എന്നിട്ട് ഹെഡർ സെറ്റ് ചെയ്യണം. ഹെഡർ സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസറിന് കൊടുക്കുന്ന എന്ത് ടൈപ്പ് ഡേറ്റ ആയിരിക്കണം, അതിന്റെ കണ്ടന്റ് ടൈപ്പ് ആണ് പറയുന്നത്. ഒന്നുകിൽ ടെക്സ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലെയിൻ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ API കൊടുക്കുന്നുണ്ടെങ്കിൽ application/JSON എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. JSON-ലായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് APIs കൊടുക്കുന്നത്, അല്ലെങ്കിൽ XML API റെസ്പോൺസ് കൊടുക്കുക. ഓക്കെ, അതൊക്കെ നമുക്ക് APIs-ന്റെ കേസ് വരുമ്പോൾ നമുക്ക് അപ്പോൾ പറയാം. ഇതിപ്പോ നോർമൽ വെബ് പേജ് ആയതുകൊണ്ട് ടെക്സ്റ്റ് ഓഫ് പ്ലെയിൻ കൊടുക്കുന്നു. പിന്നെ അതേപോലെ റെസ്പോൺസ് നമ്മൾ എൻഡ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താണോ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് കൊടുക്കണം. അപ്പൊ നമ്മുടെ കണ്ടന്റ് ഹലോ വേൾഡ് കൊടുക്കും. ഓക്കെ, ഇത്രയാണ് ക്രിയേറ്റ് സെർവർ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ക്രിയേറ്റ് സെർവർ ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് സെർവറിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഈ സെർവർ റെഡി ആവുന്ന സമയത്ത് നമ്മൾ സെർവർ ഡോട്ട് ലിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഇത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. സെർവർ ഡോട്ട് ലിസണിന്റെ അകത്തോട്ട് നമ്മൾ ഇത് സെർവർ സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ പോർട്ട് നമ്പർ കൊടുക്കും. പോർട്ട് നമ്പർ എത്രയാണ്? 3000. ഹോസ്റ്റ് നെയിം കൊടുക്കും 127.0.0.1. പിന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കും. ഓക്കെ, കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് കൺസോൾ ലോഗ് സെർവർ റണ്ണിംഗ് ആയിട്ട് നമ്മുടെ ഹോസ്റ്റിന്റെ പേര്, പോർട്ടിന്റെ പേര് എല്ലാം കൊടുക്കും. ഓക്കെ, ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോർട്ടും കൊടുത്ത് ഹോസ്റ്റ് നെയിമും കൊടുത്തിട്ട് നമ്മൾ സെർവറിനെ ലിസൺ കൊടുത്തു കഴിഞ്ഞാൽ സെർവർ റെഡി ആവുന്ന സമയത്ത്, സെർവർ റണ്ണിംഗ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു കോൾ ബാക്ക് വന്നിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടും. സെർവർ റണ്ണിംഗ് ആയിട്ട് HTTP 127.0.0.1:3000 എന്ന് പറഞ്ഞ പോർട്ടിൽ സെർവർ റൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് റെസ്പോൺസ് കിട്ടി കഴിയുമ്പോൾ സെർവർ അപ്പ് ആൻഡ് റണ്ണിംഗ് ആയി. പിന്നീട് നമുക്ക് മറ്റ് സെർവർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു സെർവർ റൺ ചെയ്യാൻ Node.js വേണ്ടത്. MJS ആയാലും ഇതിനകത്ത് ഒരു ഡിഫറൻസ് വരുന്നത് ഇമ്പോർട്ട് റിക്വയർ മാറി ഇമ്പോർട്ട് ആവും മെയിൻലി, ബാക്കിയെല്ലാം കോഡെല്ലാം സെയിം ആണ്. ക്ലിയർ ആണ്? ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ. Node.jsന്റെ ബേസിക് ഐഡിയ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകുന്നത് 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് നമുക്ക് എങ്ങനെയാണ് Node.js ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. താങ്ക് യു.